പേരിയ ഐനിക്കൽ റോഡിൻ്റെ രണ്ട് സൈഡിലും കാടുകൾ നിറഞ്ഞു നിന്ന ഒരവസ്ഥയായിരുന്നു. പലതവണ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങി ഇരു സൈഡിലുള്ള കാടുകളും വെട്ടിത്തെളിച്ച് ഭംഗിയാക്കി ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള വഴിയൊരുക്കിയിരിക്കുകയാണ്. അങ്ങനെ വരുന്നുണ്ട്. കാടുവെള്ളയുടെ കാരണം എന്ന് പറഞ്ഞാൽ PW ഇവിടെ ഒരുപാട് 2 ബസ്സുകൾ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല സ്കൂൾ കുട്ടികളടക്കം ഒരുപാടധികം ആളുകളിലെ പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ 2 സൈഡിലും കാട് കയറിയിട്ട് ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ PWD ആയിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച് ചെയ്തപ്പോൾ അവർ ആദ്യം ഡിസംബറിൽ കാട് വെട്ടി തരാനുള്ള ഫണ്ട് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവരുടെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞെങ്കിൽ ഏകദേശം 2 മാസത്തോളം കാലത്തിന് ശേഷം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ സാഹചര്യത്തിൽ കുട്ടികളടക്കം പോകുന്ന ഒരുപാട് വഴിയാത്രക്കാരടക്കം പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ഇവിടെ ഐനിക്കൽ ഉദയവാനശാലയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പൊതുപ്പണി എന്ന നിലയിൽ മുഴുവൻ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് കാടിൻ്റെ ഇരുവശവും കാട് വെട്ടി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിലേക്ക് ആക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് വെട്ടുന്നത്. ഐനിക്കൽ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നേതൃത്വത്തിലുള്ള റെസ്ക്യൂ ടീമും നാട്ടുകാരും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഈ നല്ല പ്രവൃത്തിക്ക് മുൻകൈയെടുത്തത്. ഒന്ന് പറഞ്ഞായി എന്താ ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. നമ്മുടെ റോഡിൻ്റെ PWD റോഡിൻ്റെ സൈഡിലെ കാടുകൾ, റോഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാടുകൾ വെട്ടിത്തെളിക്കേണ്ട ഒരു പരിപാടി അവർ ചെയ്യാത്തതുകൊണ്ടാണ് നാട്ടുകാരുടെ ബുദ്ധിമുട്ട് നേരിടുന്നൊരവസ്ഥയുണ്ട്. വണ്ടികൾക്ക് പോകാനുള്ള സ്ഥലമില്ലാത്ത അവസ്ഥയും സ്കൂൾ കുട്ടികളടക്കം പോകുന്ന കുറേ ആൾക്കാർ ഉപയോഗിക്കുന്ന റോഡും കൂടിയാണ്. അന്നേരം അത്തരത്തിലുള്ള സമീപനം PWDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ പുതിയ ലൈബ്രറിയുടെ റെസ്ക്യൂ ടീമിൻ്റെയും നല്ലവരായ നാട്ടുകാരുടെയും സഹകരണത്തോട് കൂടിയിട്ട് ഇവിടെ മുഴുവൻ നമ്മൾ റോഡിൻ്റെ 2 സൈഡും തെളിച്ച് ഗതാഗത യോഗ്യമാക്കുന്നു. അതുപോലെ നടന്നു പോകുന്നവർക്കും മറ്റുള്ള ഭീഷണികളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു.